നോമ്പിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ഓരോരുത്തർ കാണുമ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളെ മുമ്പിൽ എത്തിക്കുമ്പോൾ എനിക്ക് എത്തിക്കാൻ കഴിയൂല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനങ്ങനെ നമ്മളെ പണിയെന്ന് പറഞ്ഞാൽ ഒരുപാട് നേരങ്ങളും ഒരുപാട് സമയവും സ്പെൻഡ് ചെയ്തുണ്ടാക്കുന്നതല്ല. പെട്ടെന്ന് തട്ടിപ്പടിച്ചിട്ടാണ് നമ്മളത്തെ വൈകുന്നേരത്തെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വൈകുന്നേരം ആവും. പിന്നെ എന്തായാലും അങ്ങനെ ഉമ്മാക്കുള്ള പത്തിരിയും കറിയും അത് ഉണ്ടാക്കണം. പിന്നെ വീട്ടിൽ ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ ഏതായാലും എനിക്ക് വൈകുന്നേരം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളായിരുന്നു. മോൻ്റെ കാല് കുറച്ച് ദിവസമായിട്ടുള്ള ഒടിഞ്ഞ് കിടക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓന് വേദന എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാകും. പിന്നെ അങ്ങനെ ഞാൻ ഏതാനും ശാന്തി കൊണ്ടുപോയിട്ട് ഒന്ന് എക്സ്റേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അത് കെട്ടിക്കാം. അതെല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോൾക്ക് 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അടുപ്പത്ത്, അല്ല ഫ്രിഡ്ജിൽ കേട്ടോ. അതെല്ലാം കൂടി എടുത്തിട്ട് പിന്നെ ചിക്കൻ കറി എങ്ങനെ വെക്കലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ എല്ലാം കൂടി. പിന്നെ നിങ്ങൾക്ക് വിചാരിക്കും ഇത്ര തിരക്കുള്ള നിങ്ങൾക്ക് കുക്കറിലിട്ടാൽ പോരെ, കുക്കറിലിട്ടാൽ രസം ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതാണ്. ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമല്ലേ. അപ്പം വീട്ടിൽ ഉമ്മാക്കൊക്കെ അങ്ങനെ ഒരു ഇതാട്ടോ. കുക്കറിലിട്ട വശത്തോണ്ട് വലിയ യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ടേസ്റ്റുള്ള എൻ്റെ മക്കളായാലും മറ്റുള്ളവരായാലും കഴിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കല്. അല്ലാതെ മെക്കാനിക് പണികൾ എടുത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൂട്ടൂല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തൊക്കെ വന്ന് തട്ടിപ്പടിക്കല്ലേ, അതിൻ്റെ ഇടയിൽ കൂടി പൂവിൻ്റെ അടുത്തൊക്കെ പോയിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഏതാനും നമ്മൾ പാര പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയ പാരയൊക്കെ വാങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ തേങ്ങ പൊളിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഉണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങ പൊളിച്ചതെന്നല്ലാതെ എനിക്ക് തേങ്ങ ചിരണ്ടാനും അരക്കാനും എനിക്ക് നേരമല്ല. പിന്നെ കൂട്ടിനെ ചിരണ്ടി തരാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തേങ്ങ പൊളിച്ച് അവിടെ വെച്ചിട്ട് നമ്മൾ വേഗം പൊടി വാട്ടാൻ ഒരുങ്ങിട്ടോ. അങ്ങനെ നമ്മൾ പത്തിരിപ്പൊടി വാട്ടുന്നതിൻ്റെ പ്രത്യേകത വെള്ളം നല്ലോണം വെട്ടി തളിച്ചതിന് ശേഷം മാത്രം പൊടി ഇടുക. എന്നിട്ട് പൊടി ഇട്ടതിന് ശേഷം നല്ലോണം വെട്ടി തളിച്ച് പുറത്തേക്ക് നമ്മൾ ആ തുള്ളിന് കാണണം. എന്നാലേ നമ്മൾ പിന്നെ ഇങ്ങനെ കുഴക്കാവട്ടോ. കുഴച്ചതിന് ശേഷം നല്ലോണം ചൂടോർക്കെ തന്നെ നമുക്ക് ഇതാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് മൊളീറ്റും കുറച്ച് കറിയാക്കിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് മീൻ കറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് വെക്കാൻ നേരമില്ല. കണ്ടില്ല നമ്മളെ അടുപ്പിൻ്റെ അടുത്ത് കറിയൊക്കെ ചിന്തിയിട്ട് പോലും നമുക്ക് അത് തുടക്കാൻ നേരം കിട്ടുന്നില്ല. അത്രയും തട്ടിപ്പടിച്ചിട്ടാണ് മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ അഥവാ ടൈമില്ലാത്തതും തേങ്ങ ഇല്ലാത്ത സമയത്ത് ഞാൻ വാങ്ങിയേക്കണത് കേട്ടോ. അതാകുമ്പോൾ പിന്നെ തേങ്ങ ചിരണ്ടി അരിക്കുകയും വേണ്ട, പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. അതെന്നും ചെയ്യുന്ന പണിയല്ല. അങ്ങനെ ഓരോ സംഭവങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് നിറഞ്ഞെടുക്കാണ്, വൃത്തികേടായിക്കണ്. പക്ഷെ തൊടുക്കാൻ നേരമില്ല. തൊടുക്കാൻ നിന്നാൽ ബാങ്കിൻ്റെ മുമ്പ് ഭക്ഷണമാവില്ല. അപ്പോഴൊക്കെ പിന്നെ നോമ്പ് മക്കൾ നോറ്റതല്ല, ഫസ്റ്റ് നോമ്പ് ആയതുകൊണ്ടേ മക്കൾ നോറ്റതുകൊണ്ട് പിന്നെ ഒന്നും പൊരില്ലാണ്ടൊക്കെ എങ്ങനെ വിചാരിച്ചിട്ട് വേഗം കുറച്ച് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി എടുത്തിട്ട് അടുപ്പത്തൊക്കെ ഇട്ടിട്ട് വാട്ടി എടുത്തിട്ടുണ്ട്. വാട്ടി കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് അടിപൊളി കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പിന്നെ സമൂസ എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി വത്തക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ എല്ലാം കൂടി അടുക്കള വൃത്തികേടാക്കിയിട്ട് ചായയും കടിയും ഉണ്ടാക്കിയിട്ട് തറവാട്ടിക്കുള്ളതും പറഞ്ഞേച്ച്. കാരണം പിന്നെ നമുക്ക് മക്കൾക്കുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്കുള്ള കൊടുക്കാനുള്ളതും കൊടുത്ത് തീർത്താൽ പെണ്ണായ നമ്മളല്ലേ, അടുക്കളയിൽ നിന്ന് ഏതാനും നമുക്ക് മാറാനൊരു ഒഴിവുണ്ടാവില്ലല്ലോ. പിന്നെ നമുക്ക് അകത്ത് ചെയ്യാലോ വിചാരിച്ചിട്ട് ഇതാക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് സ്പെഷ്യലൊന്നുമില്ല, ഈ പത്തിരിയും കറിയും സമൂസയൊക്കെ തന്നെ ഉള്ളൂ എന്ന്. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി കൂട്ടിയിട്ട് എന്താ ആവശ്യത്തിന് തിന്നാൻ കഴിയുന്നത് മാത്രം. ഒരുപാട് സാധനങ്ങളും ജ്യൂസും പൊരിയും കരിയുമായിട്ട് നമ്മൾ തിന്നയില്ല, പിറ്റേന്ന് എടുത്തിട്ടാളാ മാത്രം ഞാൻ ഉണ്ടാക്കാറില്ല. ആവശ്യത്തിനുള്ളത് പരിധിയിൽ അപ്പുറത്തൊക്കെ അല്ലാതെ ഉണ്ടാക്കി. ഇന്നത്തെ വ്ളോഗ് ബൈ.